ഈ വേദിയിൽ ഇന്ന് ആദ്യം കവിത ചൊല്ലാൻ എത്തുന്നു അഞ്ജന. അഞ്ജന, ഈ അധ്യായത്തിൽ ഏത് വിഷയത്തിലാണ് കവിത ചൊല്ലുന്നത്? ഒരു തുള്ളൽ കവിതയാണ് ചൊല്ലുന്നത്. ഇപ്പൊ ചാക്യാർ കുടുംബത്തിലെ ഒരു കുട്ടി ഒരു തുള്ളൽ കവിത ചൊല്ലുകയാണ് അല്ലെ? കൗതുകകരമായ ഒരു കാര്യമാണ്. ഏത് കവിത? സന്താന ഗോപാലത്തിലെ ഏതാനും ഭാഗങ്ങൾ. നന്നായി ചൊല്ലാൻ സാധിക്കട്ടെ. നന്ദി. സുകുമാരൻ കാരുണ്യാലയനച്യുതൻ അർജുന സാരഥി ഭക്തപ്രിയനാം കൃഷ്ണൻ ദ്വാരകയെന്ന മഹാപുരി തന്നിൽ സ്വൈരം വാണരുളീടിന കാലം തത്ര സമീപത്തുള്ളൊരു ഭൂസുര സത്തമനും പുനരന്തർജനവും കൊതിച്ചിട്ടുണ്ടായി വന്നൊരു പുത്രൻ ചത്തു പിറന്നുധരായ അത്തലൊടത്വിജവരനും തന്നുടെ ഹസ്തതലത്തിലെടുത്തു കുമാരം ഉത്തമ പുരുഷ പദാംബുജ സേവകൻ ഉത്തമമാകിന ഭക്ഷസി താടിച്ചെത്തിച്ചെത്തിലി വണ്ണം ശിവ ശിവ ഇത്തം ദുഃഖിച്ചു പുനരുത്ഥാനം ചെയ്തു വിപ്രൻ പുത്രനെയുമെടുത്തു പ്രസ്ഥാനം ചെയ്തു ശീഘ്രം പേർത്തു ചയിച്ചു ദുഃഖമോർത്തു ശരീരം പരം നേർത്തും ആനന്ദം പരം വീർത്തും കണ്ണനോടു കയർത്തും കണ്ണുനീരുട്ടു വാർത്തും കൈകൊണ്ടു കൂടെ തോർത്തും ഭാര്യയുടെ ദുഃഖമോർത്തും പറഞ്ഞു ശീഘ്രം ആർത്തനായി പുറപ്പെട്ടു സത്യസ്വരൂപനാ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ കൊണ്ട് സത്വരം വെച്ചു നിജപുത്രനെയും അദ്ദേഹം നിരക്കും പന്തിയിൽ ചെന്നങ്ങിരിക്കും നിർമ്മലന്മാരായിരിക്കും മാലോകർക്കുള്ളമെരിക്കും അടിക്കും കൈകൊണ്ടു മാറത്തിടിക്കും പിടിയാമണ്ണം ചിരിക്കും ഒച്ചകൾ കൊണ്ടും നടുങ്ങും പാഞ്ഞങ്ങും ഇങ്ങും നടക്കും ഉണ്ണിയെ മാറത്തെടുക്കും കണ്ണനു കൊണ്ടേ കൊടുക്കും കാൽത്താലിൽ വീണു കിടക്കും കാലിന കെട്ടിപ്പിടിക്കും ഉണ്ണിയുടെ ജീവൻ കിടക്കും എന്നുള്ള ഭാവം നടിക്കും ഭൂസുരൻ തന്റെ തിടുക്കമിങ്ങനെ കഷ്ടം തുഷ്ടമാനസരാകും ഭൂസുരരെല്ലാവരും ഞെട്ടുമാർ ഉര ചെയ്തിടിവെട്ടും നാദം പോലെ പാരമ്പരവശമാമൻ പീഡകൾ പാരമ്പരവശമാമൻ പീഡകൾ നേരം പോക്കായി തീർന്നു നിനക്കും മരണമടുത്ത കുമാരുടെ ശ്വാസവികാരം കണ്ടു രസിക്കും പോലെ നാരിക നാലഞ്ചുണ്ടല്ലോ തവ പുത്രന്മാരും
അഞ്ജന, ചേച്ചി സന്താനഗോപാലം എന്ന കഥ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ദുഃഖം വരും അല്ലെ. ഈ തുള്ളൽ കവിത വളരെ വ്യത്യസ്തമായ താളങ്ങളിലൊക്കെ അഞ്ജന ഇവിടെ ചൊല്ലി എങ്ങനെ അവതരിപ്പിച്ചു എന്ന് നമുക്ക് വിധികർത്താക്കളോട് ചോദിക്കാം. ലീലാക്ഷൻ സർ. ഗംഭീരമായി നന്ദി സർ. ഈ കവിത തിരഞ്ഞെടുത്തത് മാത്രമല്ല, ഈ സന്താനഗോപാലത്തിലെ ഈ ഒരു ഭാഗത്തെ അതിൻ്റെ പെർഫോമിംഗ് പോയട്രിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കവിത ഒരു പ്രകടനത്തിന് വേണ്ടി, ഒരു പെർഫോമൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ്. കഥകളിയിലും തുള്ളലിലൊക്കെ അതുപോലെ മോഹിനിയാട്ടത്തിലൊക്കെ കവിതയുടെ പ്രയോഗമാണ്. അപ്പോൾ ആ പ്രയോഗം കൂടി ആലാപനത്തിൽ വരുത്തുന്ന വിധത്തിൽ ചടുലമായും, വേണ്ടിടത്ത് ചടുലമായും, അല്ലാത്തടത്ത് അവധാനമായും, വിരുത്തം പോലെയും ഒക്കെ വളരെ വിടർത്തി കവിതയുടെ ആശയത്തെ അക്ഷരങ്ങളൊന്നും തെറ്റിക്കാതെ ചൊല്ലി. എനിക്ക് തോന്നിയ ഒരൊറ്റ പ്രശ്നം, വിപ്രന്മാരുടെ ദുഃഖം കണ്ടാൽ ഉൾപ്പൂവിൽ കൃപയില്ലാത്തൊരു ദുഷ്പ്രഭുവേ, ആ വിളിയിലൊരു ശക്തിയൊക്കെ വരണമായിരുന്നു. അതങ്ങ് ദുഷ്പ്രഭുവെ അങ്ങ് ചൊല്ലി തീർത്തു. ശ്രീകൃഷ്ണനാണ് ദുഷ്പ്രഭു എന്ന് വിളിക്കുന്നത് അല്ലേ. വൈരപ്പള്ളി ദുഷ്പ്രഭു പുലയാടികൾ പാർക്കും ഈ പുലയ്ക്ക് ഇടിവെട്ടുകൊള്ളട്ടെ എന്ന് കുടിയൊഴിക്കലിൽ പറഞ്ഞതിന്റെ ആദ്യം വരുന്നത് കുഞ്ചൻ നമ്പ്യാരിൽ നിന്നാണ്. ശ്രീകൃഷ്ണന്റെ മുഖത്ത് നോക്കി ദുഷ്പ്രഭുവേ എന്ന് വിളിക്കുകയാണ്. എൻ്റെ കുട്ടി മരിച്ചിട്ടാണ് ഞാൻ നിന്റെ അടുത്ത് സങ്കടമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ മരിക്കാൻ കിടക്കുന്ന ആളുടെ വെപ്രാളം കണ്ട് ചിരിക്കുന്നത് പോലെ ഒരു കരുണയും ഇല്ലാതെ നോക്കിയിരിക്കുകയാണെന്നൊക്കെയാണ് വിപ്രം പറയുന്നത് അല്ലേ. ആ നാടകീയ രംഗത്ത് കിട്ടേണ്ട ഒരു ചടുലതയും നന്നായി ചെയ്തിട്ടുണ്ട് അഞ്ജന. വേണ്ടി വന്നാൽ ഇതിനേക്കാൾ നന്നാക്കാൻ പറ്റുന്ന ഒരാളാണ്. നന്മയിൽ അലംഭാവം പാടില്ല. പറയത്തക്ക ദോഷങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഈ കവിത തിരഞ്ഞെടുത്തതും ഈ വിധത്തിൽ അവതരിപ്പിച്ചതും തീർച്ചയായും മാമ്പഴത്തിന്റെ ഒരു സൗഭാഗ്യമാണ്. അഭിനന്ദനം. നന്ദി സർ. മുരുകൻ സർ. അഞ്ജന, ഈ കവിതയെ സ്വയം ജനകീയമായി ആടിക്കാണിച്ചു തന്ന കവിതയുടെ ഏറ്റവും ജനപ്രിയ തലത്തെ വേദികളിൽ കാണിച്ചു തന്ന കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ഈ ആത്യന്തികമായ മരണമെന്ന സത്യത്തെ അടയാളപ്പെടുത്താൻ കഴിയാതെ ഒരു അച്ഛൻ ഭഗവാന്റെ മുന്നിൽ വന്ന് കാണിക്കുന്ന വെപ്രാളങ്ങളാണ്. അത് എത്രയോ മനോഹരമായി, ഇതിനപ്പുറം ഒരിക്കലും പറയാൻ കഴിയാത്ത രീതിയിൽ കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെ സാധാരണ ഈ ഓട്ടംതുള്ളലിൽ മാത്രമാണ് അതിൻ്റെ പിന്നണി പാട്ടായിട്ട് നമ്മൾ, അല്ലെങ്കിൽ മുന്നണി പാട്ടായിട്ട് നമ്മൾ ഈ കവിതകളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, കവിതയ്ക്ക് മാത്രമായിട്ട് നമ്മൾ പലപ്പോഴും ഈ തുള്ളൽ പാട്ടുകളെ, തുള്ളൽ കവിതകളെ ശ്രവിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാമ്പഴം നൽകുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യ അവസരം എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകളെ തുള്ളലിൻ്റെ ബലമില്ലാതെ കുട്ടികൾ ആലപിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിലെ ഒന്നാമത്തെ കവിത തിരഞ്ഞെടുത്തു, സന്താനഗോപാലം. ആശംസകൾ. നേരത്തെ ആലങ്കോട് പറഞ്ഞതുപോലെ തന്നെ, പക്ഷേ കുറച്ചുകൂടെ ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു തലത്തിലേക്ക്, മോളുടെ ഒരു രീതി അനുസരിച്ച് എത്താവുന്ന ഒരു തലത്തിൽ, ആ പ്രോക്സിമൽ ലെവലിൽ എത്തിയോന്ന് മോള് ഒന്നുകൂടെ പരിശോധിക്കേണ്ടത് ഉണ്ട്. എങ്കിലും ഗംഭീരമാക്കാൻ ശ്രമിച്ചു. ആശംസകൾ. നന്ദി സർ. ഈ തുള്ളൽ കവിതയ്ക്ക് അഞ്ജനയ്ക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നറിയാം. ലീലാക്ഷൻ സർ. അഞ്ജനയ്ക്ക് 50-ൽ 48 മാർക്ക്. നന്ദി സർ. മുരുകൻ സർ. തീർച്ചയായും ഇത് സെമി ഫൈനലാണ്. വളരെ ശ്രദ്ധയോടെയാണ് ഞങ്ങൾ മാർക്ക് കൈകാര്യം ചെയ്യുന്നത്. അഞ്ജനയ്ക്ക് ഞാൻ 48. നന്ദി സർ. അഞ്ജന, 100-ൽ 96 മാർക്കാണ് ഈ കവിത ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അഞ്ജനയ്ക്ക് ലഭിച്ചത്. എങ്കിലും നമ്മുടെ വിധികർത്താക്കൾ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഇത് സെമി ഫൈനൽ ഘട്ടമാണ് എന്ന ഓർമ്മ എപ്പോഴും ഉണ്ടാവട്ടെ. അഞ്ജനയുടെ നിലവാരത്തിനൊത്തുയരാൻ ഇനിയുള്ള കവിതകളിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിനന്ദനങ്ങൾ.